കലയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിന് അങ്ങനെ ഒരു അവഹേളനം വന്നു കഴിഞ്ഞാൽ ഈ തരത്തിൽ അല്ല റിയാക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം അത് ഞാനാണ് എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. ഇപ്പോൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മമ്മൂട്ടിക്കോ മോഹൻലാലിനോ സൂപ്പർ സ്റ്റാർസിനോ ഒന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് മോഹൻലാൽ വിളിച്ച് എൻ്റെ ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മളങ്ങനെ കളിയാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല. സരോജ് കുമാറിനെ കളിയാക്കുന്നുണ്ട്. സരോജ് കുമാറാണ് ആ പടത്തിലെ ഹീറോ. അയാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സ്വയം അയാളെ തന്നെ അയാൾ കളിയാക്കുകയാണ്. അതാണ് ശ്രീനിവാസൻ്റെ ഒരു രീതി. അത് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരെണ്ണം വന്നിട്ട് ഇത് എന്നെ തന്നെ എന്ന് പറയുന്നതിനകത്ത് അപ്പോഴാണ് കൂടിയിരിക്കുന്നവരും അറിയുന്നത് അത് ശരി, അപ്പൊ അങ്ങനെ കാര്യങ്ങൾ നടന്നോ. ഇതങ്ങനെ വെറും ബാലിശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം അത് ശരിക്കും ഇപ്പം കരുണാകരനും നയനാരും കണ്ട് ഭയങ്കര പേപ്പറിലും അണികളും എല്ലാം ഭയങ്കര അടിയും ബഹളമൊക്കെയാണ്. ഇവർ തമ്മിൽ എന്തൊരു സൗഹൃദമായിരുന്നറിയോ കാണുമ്പം. ഇവരെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള സൗഹൃദമാണ് ഇവർ തമ്മിൽ. ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ ആ പുറത്ത് എന്താ അടിക്കുന്നത്. അതേപോലെ ഇവരെല്ലാവരും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു പരാമർശം പോലും ഇല്ല. ഈ അണികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനകത്ത് ഇവർ ഒരിക്കലും മമ്മൂട്ടിക്കോ മോഹൻലാലിനോ അതിനകത്തൊന്നും ഒരു വിഷമവും ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊക്കെ അവർ ചിരിച്ചെടുക്കുന്നേ ഉള്ളൂ. പക്ഷെ വേറെ ആൾക്കാർ അതിനകത്ത് വികാരം കൊണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല.